നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ഏനാത്ത് കല്ലടിയാറ്റിൽ ചാടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ തേടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കണ്ണടി കാഞ്ഞിരവിള പുത്തൻവീട്ടിൽ അനസ് ഷാമില ദമ്പതികളുടെ മകനായ മുഹമ്മദ് ആസിഫാണ് കഴിഞ്ഞ ദിവസം ഏനാത്ത് പാലത്ത് നിന്ന് കല്ലടിയാറ്റിലേക്ക് ചാടിയത്. രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ബാഗ് കരയിൽ വച്ച ശേഷമായിരുന്നു കുട്ടി ജലാശയത്തിലേക്ക് ചാടിയത്. ബാപ്പയും ഉമ്മയും നോക്കണം എന്ന കുറിപ്പാണ് ബാഗിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. സ്കൂബ ടീമിന്റെ മണിക്കൂറുകളായുള്ള തിരച്ചിലും ഫലമുണ്ടായില്ല. പുത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആറ്റിൽ ശക്തമായ ഒഴുക്കാണുള്ളത്. കുളക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മഴക്കാലം ആയതുകൊണ്ട് ആറ്റിൽ നല്ല നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഫയർഫോഴ്സും അടൂർ ഏനാത്ത് പോലീസും ഉടനെ തന്നെ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഓട്ടോ ഡ്രൈവറാണ് പിതാവ് അനസ്. ഏനാത്ത് പാലത്തിന്റെ കൈവരിയിൽ സംരക്ഷണ വേലി സ്ഥാപിച്ചുയർത്തണമെന്ന ആവശ്യം ഇതിനിടയിലൊക്കെ ശക്തമാവുന്നുണ്ട്. KSTP കൊട്ടാരക്കര ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാര പരിധിയിലാണ് ഈ പാലം. കഴിഞ്ഞ വർഷം പാഞ്ഞു വന്ന കാർ ഇടിച്ച് പാലത്തിലൂടെ സഞ്ചരിച്ച ഒരു കാൽനട യാത്രക്കാരി ഉയരം കുറഞ്ഞ ഈ കൈവരിക്ക് മുകളിലൂടെ തെറിച്ച് ആറ്റിൽ വീണത് അത്ഭുതകരമായി നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ഈ പാലത്തിന്റെ കൈവരിൽ സംരക്ഷണ വേലി ഉയർത്തി നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 10/10/2023 ഏനാത്ത് വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ബുഖാരി നിലാമുറ്റം ഇത് സംബന്ധിച്ച് നിവേദനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയിരുന്നു. വെറും ഒരു ബിസിനസ്സുകാരനായ ബുഖാരി ഇത്രയ്ക്കും ചെയ്യാമെങ്കിൽ ഏനാത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ജനപ്രതിനിധികളുടെയും കർമ്മവും കർത്തവ്യവും ഉത്തരവാദിത്വവും എന്താണ്? പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പ്രതിനിധികൾ ദുരന്തത്തിന് ശേഷം മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. അടിയന്തരമായി ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ജില്ലാ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്ററുകൾ നിറയുന്നുണ്ട്. മുഹമ്മദ് ആസിഫ് എന്തിനാണ് ഇത്തരത്തിലൊരു കടുംകൈ ചെയ്തെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. നഷ്ടത്തിന്റെ ആഴത്തിൽ മുങ്ങിയ ഒരു കുടുംബം. കാണാതായ ബാലനെ കണ്ടെടുക്കുവാനുള്ള പ്രതീക്ഷകളും പ്രാർത്ഥനകളും ചുവന്ന് ഇന്ന് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. മകൻ തിരികെ വരുമെന്ന വിശ്വാസത്തിൽ മാതാപിതാക്കൾ കാത്തിരിക്കുമ്പോൾ ആ ചെറിയ കുറിപ്പിൽ പിന്നിൽ മറഞ്ഞ മനസ്സിന്റെ സംഘർഷം എന്നും മനുഷ്യ മനസ്സുകളെ ചോദ്യങ്ങളിലാഴ്ത്തും. ഇതിനിടെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം പുറത്തുവരികയാണ്. ചാലിശ്ശേരി മാടൂക്കാട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇതിനിടെ തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ബൈക്കിടിച്ച് പെൺകുട്ടികൾക്ക് പരിക്കേറ്റു. രാവിലെ 7 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടപ്പാതയിലൂടെ നടന്നുപോയ കുട്ടികളെയായിരുന്നു നിയന്ത്രണം വിട്ടുവന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത്. നാട്ടുകാർ ചേർന്ന് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. ടെക്നോ പാർക്ക് ജീവനക്കാരനാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. സംഭവത്തിൽ മണ്ണതല പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടികളെ വാഹനം ഇടിക്കുന്നതിന്റെ CCTV ദൃശ്യമടക്കം പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.